വീണ്ടും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ കൂടെ വിനോദനും പൈങ്കിളിയും ഞാനും കൂടി ഫസ്റ്റ് ട്രിപ്പല്ലേ നിങ്ങൾ വന്നിട്ട്, പിന്നെ നമ്മളെ ഇഷുകുമാരനും കൂടിയുണ്ട്. ഇഷുകുമാരനൊന്ന് കണ്ടേ. അപ്പോൾ ബന്ധു വീട് സന്ദർശനം ചെറിയ തോതിൽ എൻ്റെ വീട്ടിൽ, വിനോദൻ്റെ മൂത്തമ്മേൻ്റെയും മൂത്തപ്പൻ്റെയും വീട്ടിൽ. അപ്പോൾ ഞാൻ ചെറിയ വ്ളോഗ് ഓടിക്കാം. പ്രത്യേകിച്ച് വിനോദൻ്റെ നൊസ്റ്റാൾജിയ പ്ലേസ് അല്ലേ, പുതിയൊരു ഒന്നു വളർന്ന വീടാണ്. കുറച്ചു നേരം സ്കൂളിലാണ് പോയത്, പിന്നെ ഇവർ അരിക്കൂടേക്ക് പറിച്ച് നട്ടത്. അപ്പോൾ നമ്മൾ പോകുന്ന പുതിയത്തേക്ക്, ഇപ്പം പുതിയതല്ല, ഇപ്പം പള്ളിക്കൊന്ന്. അപ്പം ജസ്റ്റ് പള്ളിക്കൊന്ന പുതിയത്തെ വീട്ടിലൊന്ന് കാണിച്ച് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തും. അത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ. അപ്പോൾ നമ്മൾ പുറപ്പെട്ട് ഒരു 5 മിനിറ്റ് ആയിരുന്നു. നല്ല മഴ, ബസ് ഫ്രണ്ടിലൊന്നും ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളുടെ സ്റ്റക്കായിരുന്നു. നിങ്ങൾ വന്നിട്ട് ഇങ്ങനെ മഴ കിട്ടി നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ. അപ്പം ഇഷു മഴ ഇഷ്ടാ? എന്തിനാ മഴ ഇഷ്ടം? സ്കൂളിൽ ലീവ് കിട്ടുന്നുണ്ടാ? ഇല്ല, ഇവനൊരു ഡ്രീം ഉണ്ടേ. എന്നാന്ന് യേശുവിന്റെ ഡ്രീം? ഒച്ച പറഞ്ഞേ കേൾക്കുന്നുണ്ടോ? അവന്റെ ഡ്രീമാണ് യൂട്യൂബർ ആവുകയെന്നുള്ളത്. എനിക്കൊരു കമ്പനിക്ക് ഒരാൾ എല്ലാരും ഫാമിലിയിൽ ഓരോ യൂട്യൂബർ അല്ല. എപ്പോ നീ തുടങ്ങുന്നെന്നിട്ട് അതറിയുന്നില്ല? 20 years old ആകുമ്പോ 12 years 20 ആകുമ്പോ ഇപ്പൊ എത്രയായി? 7. ഇനിയും ഉണ്ടല്ലേ. കുട്ടിയെല്ലാം ഒറ്റക്ക് ചെയ്യാൻ തുടങ്ങുമ്പോ ചെയ്യും, ആരെ ഹെൽപ്പൊന്നും വേണ്ട അല്ലേ? ഇപ്രാവശ്യവും നമ്മൾ ആർപ്പാന്തോടുള്ള റെയിൽവേ ഗേറ്റ് ഇനി നിർത്തേണ്ടി വന്ന്. മുമ്പേ വീഡിയോ കണ്ടവർക്കറിയാം അധികം നമ്മളിവിടെ കുന്നുമലാണ് എന്നുള്ളത്. ഇപ്രാവശ്യം കുറേ വണ്ടി ഫ്രണ്ടിലുണ്ട്, പക്ഷെ ഒരു വണ്ടി പോയിട്ടോ അല്ലേ? ട്രെയിനൊന്നും പോയില്ലേ അങ്ങോട്ടേക്ക്? ഇനി ഒന്നും കൂടി വരാനുണ്ടോ എന്നാണെന്ന് അറിയില്ല. മഴയും കുറച്ച് ചോർന്നിട്ടുണ്ട്. തുറക്കുന്നുണ്ടെന്നാ തോന്നുന്നു. വണ്ടി ഒന്ന് മുന്നോട്ട് പോകുന്ന കാണുന്നുണ്ട്. ഇല്ലേ, പക്ഷെ റെഡ് മാറി ഗ്രീൻ ആവണ്ടേ സിഗ്നൽ? അത് മാറിയിട്ടല്ലോ, ക്ലിയർ ഇല്ല കേട്ടോ, മഴയായിട്ട് വീഡിയോ. ഇതാണ് ശരിക്കുന്ന സ്ഥലം, ആർപ്പാന്തോട. ചെറുക്കൽ പഞ്ചായത്തിൽ ആർപ്പാന്തോടാണെന്ന് ഞാൻ വിചാരിക്കുന്നതിനൊക്കെ വലിയ ഐഡിയ ഇല്ല. നമുക്ക് നമ്മളെ നാടെല്ലാം അറിയുള്ളൂ. വരുന്ന പരിപാടി 5 മിനിറ്റ് പറമ്പ. അതവര് വീട്ടിൽ വരല്ല. രണ്ടാളും കൂടി ഫോണില്ല. യേശുവിന് ബോറടിക്കുന്നുണ്ടാ? ഉണ്ട്. പിന്നെ നേരത്തെ റെഡ് ആയിരുന്നു, ഇപ്പൊ മഞ്ഞായത്. നേരെ വെള്ളം നീങ്ങി തുടങ്ങിയെന്ന് തോന്നുന്നു. ആർപ്പാന്തോട് തന്നെ ഞാൻ പറഞ്ഞ കറക്റ്റ് ചെയ്താ ബോർഡ്, ആർപ്പാന്തോട്. പക്ഷേ ശരിക്കും കാണുന്നില്ല. അല്ല, അത് കൊടിയിൽ മറങ്ങിയിട്ട് ശരിക്കും കാണാതെ. ഇവിടെ ഒരു മുത്തപ്പൻ എൻ്റെ വീട്ടിലല്ലേ, ചെറിയ മുത്തപ്പൻ കാവും. ഈ സൈഡല്ല, അപ്പുറത്തെ കടന്നു കഴിഞ്ഞാൽ പക്ഷെ അന്ന് അപകടം നടന്നു കിടന്നിരുന്നില്ല. മറ്റേ ആ കുട്ടീൻ്റെ ഒരു അപകടം ഇതില്ല നടന്നിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം അല്ല, അതിൻ്റെ അപ്പുറത്തെ കൊല്ലാന്ന് തോന്നല്ലേ, 2 കൊല്ലം അതിൻ്റെ. കാണുന്നുണ്ടോന്നറിയില്ല മുത്തപ്പൻ്റെ. അച്ചാച്ചൻ പഠിച്ച സ്കൂളാവൂലേ ഇത്? ഏതാന്ന് അപ്പുറത്ത് ഞാൻ കാണിച്ചു തരാം. രാജാസ്
അതാ ഇഷുവിനറിയാം. ഇഷുവിനോട് ആരാ പറഞ്ഞേ? ഇത് കടലായി LP സ്കൂള്. അച്ചാച്ചൻ പറഞ്ഞാ അച്ചാച്ച അപ്പൊ പുഴാതിയൊന്നും പഠിക്കാണ്ട് ഇന്ന് രാജാസിലാവുന്ന ഹൈസ്കൂളിലാണ്. ഇത് കുറെ ആള് പഠിച്ച് എന്താ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുക്കൽ. ബോർഡ് ഓടിയുണ്ട്. ഇതിലൂട്ട പോയിട്ട് നമുക്ക് മറ്റേ ആ ഇതിന് തടഞ്ഞ് നിൽക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ ബിൽഡിങ്ങിന് അല്ലേ, ഇതിലൂടെ പോയാൽ നമുക്ക് പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിൽ എത്താൻ എളുപ്പമല്ലേ. അവിടെ നിന്ന് നേരെ മറ്റേ വിമൻസ് കോളേജിൻ്റെ അവിടെ എത്തും. ഇനി നമ്മൾ ഇറങ്ങുന്നവരെ മഴ പെയ്തില്ലേ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ 4 ആൾ 2 കുടയും കൊണ്ടാണ് വന്നത്. അതും 2 ചെറിയ കുട. ഞാൻ കണ്ണൂരിൽ നിന്ന് കാണിച്ചെന്ന കുട വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 ആൾക്കും കൂടി 1 കുട മതി. ആ ഇത് കുന്നാവ് മുച്ചിലോട്ട് കാവ്. എല്ലാവർക്കും അറിയായിരിക്കുമോ? ഇതുവരെ പോയിട്ടില്ല. എന്നാ നീ പോയിനോ എനിക്കറിയില്ല. നമ്മൾ കൊണ്ടുപോയിന്. പക്ഷെ നമ്മൾ വരുന്ന സമയം അവിടെ ഉത്സവമൊന്നും ഉണ്ടായില്ല. അവിടെ എപ്പോൾ ഉത്സവം ഒന്നാവില്ലപ്പ ജനുവരിയിലാണ് തോന്നുന്നു. എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ആടെ ഒരു ക്ഷേത്രമുണ്ട്. അതെൻ്റെ ക്യാമറയിൽ പതിഞ്ഞില്ല. അപ്പോൾ ഇവിടുന്ന് ഒരു 3 മിനിറ്റേ ഉള്ളൂ അല്ലേ വീട്ടിലേക്ക്, മുത്തപ്പനത്തേക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പം നിർത്തുന്നു. എനിക്ക് വിനോട്ടൻ വളർന്ന തറവാട് വീട് കാണിക്കാം. ഓക്കെ, ഇതാണ് ഹൈവേ. എന്തൊരു ഹൈവേ? നാഷണൽ ഹൈവേ. NH എത്രയാണിത്? 47. ഓക്കെ, ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ അല്ല. ഇവിടുന്ന് പിന്നെ നമ്മളെ ഒരു കമാന ശരിക്കും മുച്ചിലോട്ട് കാവിലേക്കുള്ള വളവട്ടണം മുച്ചിലോട്ട് കാവിലേക്കുള്ള വഴി. ആ റോഡിലേക്ക് കൂടിയാണ് നമ്മൾ പോകേണ്ടത്. പണ്ട് പക്ഷേ നിങ്ങൾ പോകുമ്പോൾ ഈ വഴിയാ? പണ്ട് മീൻസ് നിങ്ങൾ സ്കൂൾ പോകുമ്പോൾ ഈ വഴിയാ? ഇത് മുച്ചിലോട്ട് കാവിൻ്റെ മതിൽ മാത്രമേ ഇപ്പം കാണുന്നുള്ളൂ. ഇവിടുന്ന് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ, നമ്മൾ പോകുന്ന വഴിക്കെല്ലാം മുച്ചിലോട്ട് കാവ് ഉണ്ടല്ലോ. ഉണ്ട്, നേരത്തെ നമ്മൾ പോയതിലുണ്ടായി. ഇതാണ് മുച്ചിലോട്ട് കാവ്, വളവട്ടണം മുച്ചിലോട്ട് കാവ്. ഇന്ന് പരിപാടി ഉണ്ട്, ആരെങ്കിലും കാണുന്നുണ്ടല്ലോ. അവിടുന്ന് തൊട്ടടുത്താ വീട്. ഈ റോഡിൽ വെറും 1 മിനിറ്റാ 2 സെക്കൻഡ് ഉണ്ട്. ഗൂഗിൾ മാപ്പ് ഇട്ടെങ്കിൽ കൃത്യമായിട്ട് ഗൂഗിൾ മാപ്പ് പറഞ്ഞു തന്നെ. മഴ മാറുന്നുണ്ടോ? മഴയുണ്ട്. അപ്പോൾ ആര് ഗേറ്റ് തുറക്കും? എന്നെ നിങ്ങൾ മഴയത്തിറക്കി ഇതാ ഇങ്ങനെ കാണിക്കട്ടെ. ഇതാണ് ലക്ഷ്മി ഭവൻ. ഞാനിപ്പോൾ ഇനി ഗേറ്റ് നോക്കട്ടെ. 1 മിനിറ്റ്. ബുദ്ധിമുട്ടുമില്ലാണ്ട് ഇരിക്കണേ. അങ്ങനെ ഞങ്ങൾ പുതിയടുത്ത വീട്ടിലെത്തി. അപ്പോൾ ചെറിയ തോതിൽ മഴയുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പുറത്തിരുന്ന് മഴ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വിനുവേട്ടൻ. മൂത്തമ്മ ഫോട്ടോ എടുക്കുന്നുണ്ട്. മൂത്തമ്മേനെ എടുക്കട്ടെ?
മൂത്തമ്മേന്റെ ഫോട്ടോ എടുക്കട്ടെ. കുഞ്ഞിനൊക്കെ നോക്കണം എന്റെ പൊന്നുമാനെ അങ്ങനെ വളർത്തുന്നവരെ കൊണ്ടുകൊണ്ട് ഭഗവാനെ സാധാരണ എന്റെ പൊന്നുമാനെ അപ്പൊ അല്ലേനും അതാ പറയാ അമ്മമ്മേനെല്ലാം എല്ലാരും നോക്കണം. അതാ ആദ്യം പറയാൻ. ഇല്ല ഓണത്തിനുണ്ട് ആരെ കൈവക്കറ് ഭയങ്കര മടിയോ വേറെ മഴയും പോലെ എങ്ങനെയും കഴിക്കാം. ഒരാൾക്ക് ഇത് പറയാൻ പോവില്ല പറഞ്ഞാൽ പഴയ കാലത്തെ കമ്പനികളിലെല്ലാം പോയത് പറ. അച്ഛനുണ്ടല്ലോ, അച്ഛനാണെങ്കിൽ അപ്പോൾ ഇതാണ് വിനോട്ടൻ. ഒരു 10 വയസ്സ് വരെയാന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. വിനോട്ടൻ പറഞ്ഞൊരു ഓർമ്മയേ ഉള്ളൂ. 8 വയസ്സ് വരെയോ 10 വയസ്സ് വരെയോ എന്ന് അറിയുന്നില്ല. ഇവിടെ നിന്നാണ് സ്കൂളിലൊക്കെ പോയത്. അതിനുശേഷമാണ് ഇവർ അഴീക്കൂടെയൊക്കെ വന്നതെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീട്ടിലെത്തുമ്പോൾ വിനോട്ടനൊന്ന് നൊസ്റ്റാൾജിക് ഇങ്ങനെ പണ്ടത്തെ ഇതൊക്കെ പറയുന്നേക്കാം. ഇവിടെ അങ്ങനെ നമ്മൾ മൂത്തമ്മേൻ്റെ കൂടെ ഇരുന്ന് ചായ കുടി പരിപാടിയൊക്കെ കഴിഞ്ഞ്, മൂത്തമ്മക്ക് വയസ്സായതിന് കുറച്ച് ഓർമ്മക്കുറവൊക്കെ ഉണ്ട്, നമ്മളെയൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ മൂത്തമ്മക്ക് ഭയങ്കര വാത്സല്യമാണ്. ആരൊക്കെ ഉണ്ടാലും കഴിക്ക് ഇതാക്ക് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ അനുഭവിച്ച് കുറച്ച് എല്ലാവരോട് വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. അപ്പോൾ ഈ വീഡിയോയിൽ മൂത്തമ്മേനെയും ഫാമിലീനെയൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.